ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനോ ബീറ്ററോ കേക്ക് മോൾഡോ ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയിൽ കറക്കിയെടുത്ത് ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കുന്ന പഞ്ഞി പോലത്തെ ഒരു മാർബിൾ കേക്കിന് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണിത്. 15-20 മിനിറ്റ് സമയം മാത്രമേ ഇതിന് കുക്കിങ്ങിനായിട്ട് ആവശ്യമായി വരുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 1.5 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കൂടി പോകാൻ പാടില്ല, 1/4 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതൊരു സീവറിലേക്ക് ചേർത്തിട്ട് 3 തവണ സീവ് ചെയ്തിട്ടാണ് ഒരു ബൗളിലേക്ക് ചേർത്ത് വെക്കുന്നത്. മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം ഇത് കവർ ചെയ്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്ററിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അല്പാൽപ്പം ചേർത്തിട്ടാണ് ഇത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ 3-4 തവണയായിട്ടാണ് ഫ്ലോർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലോർ മുഴുവനായി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സൈഡിലുള്ള ബാറ്ററെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കുവാൻ. അപ്പോൾ ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഈ മടങ്ങി വരുന്ന ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ. അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിനകത്തേക്ക് പകുതി ഇതിലെ ബാറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഈക്വലായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബാറ്റർ 2 പാത്രത്തിനകത്തേക്കായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വാനില കേക്കാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് 2 ബൗളിനകത്തേക്കാക്കി എടുക്കുന്നത്. നമ്മൾ ഒന്നിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ബൗളിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നേരിട്ട് ആ ബാറ്ററിലേക്ക് ചേർക്കാത്തത് കാരണം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടയായി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മധുരം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് സ്വീറ്റൻഡ് കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങൾ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ആ ബാറ്ററിൽ എല്ലാ ഭാഗത്തേക്കും ആ കൊക്കോ പൗഡറിൻ്റെ മിക്സ് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് തയ്യാറാക്കാനായി ഒരു ഇഡ്ഡലി തട്ടെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ബട്ടർ തടവി എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് മാവ് അല്പാൽപ്പം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ചേർത്തിരിക്കുന്നത് വാനില മിക്സാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില മിക്സ് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കൊക്കോ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് മുകളിലായി കുറച്ച് വാനില ബാറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മാത്രം കൊക്കോ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ കുഴിയിലേക്കും ഞാനിവിടെ വാനില എസൻസ് ചേർത്ത മിക്സ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് അല്പാൽപ്പം കൊക്കോ പൗഡർ ചേർത്ത മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന് മുകളിലായിട്ട് ആദ്യം വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്ന കൊക്കോ മിക്സ് ചേർത്തതിന് ശേഷം ഈ സ്റ്റെപ്പ് ആവർത്തിച്ച് കൊടുക്കുക. അപ്പോൾ അവസാനമെല്ലാം ചേർക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ കുഴിയെല്ലാം നന്നായി ഫില്ലാവുന്ന വിധത്തിൽ ബാറ്റർ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്യൂവർ യൂസ് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഞാൻ ഇവിടെ അടുപ്പിൽ ഒരു അലുമിനിയ പാത്രം വെച്ചതിന് ശേഷം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു തട്ട് വെച്ച് 10 മിനിറ്റ് സമയം ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായി നിൽക്കുന്ന പാത്രത്തിനകത്തേക്ക് ഇഡ്ഡലിയുടെ തട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഇത് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് സമയം വരെ ഇതിന് കുക്കിങ്ങിനായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് സമയം ആയപ്പോൾ ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്യൂവർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്നെല്ലാം. അപ്പോൾ ഇവിടെ ഇഡ്ഡലി തട്ടിൽ ചേർത്തിരിക്കുന്ന മാർബിൾ കേക്ക് എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിവിടെ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവനോ ബീറ്ററോ കേക്ക് മോൾഡോ ഒന്നും ഇല്ലാതെ തന്നെ കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് മാർബിൾ കേക്കിന് പകരം ഇതേപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വനില കേക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.